ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞാണ് ഞാൻ അപ്പയുടെ വീട്ടിലോട്ട് വന്നത് കേട്ടോ. എന്നാലും നമുക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്ത് കൊടുക്കണ്ടേന്ന് നോക്കിയപ്പോഴത്തേക്കും അടുക്കളയെല്ലാം പാത്രങ്ങളും എല്ലാമായിട്ട് കിടന്നത്. അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ നല്ല പക്ക നല്ല ക്ലീൻ ആയിട്ട് കൊടുത്ത് അപ്പോഴത്തേക്കും ചെമ്പിൽ ബിരിയാണി വെന്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, പായസം വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം വെച്ച് നല്ല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തിയും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, കൊച്ചച്ഛനും പിന്നെ ആദ്യക്കുട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ അനിയനാണ്. അവനാണെങ്കിൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവൻ ഓടും. അത് ഇപ്പം ഈ വേഷത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഒരുങ്ങിയിട്ടെടുക്കുക. എല്ലാവരും ക്യാമറ കാണുമ്പോൾ എന്താണോ എന്തോ ഓടി അങ്ങ് മായും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇലയിട്ട് പക്ഷേ വിളമ്പാൻ നേരം ഇവരിരിക്കുന്നു പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ എന്തോ ചെയ്യും, ഞാൻ തന്നെ ഫസ്റ്റിലേക്ക് കയറിയെങ്കിരുന്ന് പാത്രമൊക്കെ കഴുകിയ കാരണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ട മെയിൻ ഐറ്റംസ് നമ്മളെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. പിന്നെ വെള്ളച്ചോറ് വേണ്ടവർക്ക് വെള്ളച്ചോറുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബിരിയാണിയാണ്, നമ്മൾക്ക് പിന്നെ ബിരിയാണിയോ വെള്ളച്ചോറോ ചോദിക്കുമ്പോൾ ബിരിയാണി ആണല്ലോ എല്ലാവരും കഴിക്കുന്ന. നല്ല ബിരിയാണിയായിരുന്നു. പിന്നെ 2 പപ്പടമൊക്കെ വെച്ച് എനിക്ക് പിന്നെ ഒരു പപ്പടം മതിയായിരുന്നു, ഒരെണ്ണം ഞാൻ ആദ്യക്കുട്ടന് കൊടുത്ത്. അങ്ങനെ നല്ല പോലെ സാപ്പാടൊക്കെ അങ്ങോട്ട് സാപ്പിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഉള്ള കസറത്ത് പണികളാണ് ഇതെല്ലാം കാണിക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ അങ്ങോട്ട് എണീറ്റതിന് ശേഷം പിന്നെ അപ്പയും അമ്മയും ഒക്കെ ഇരിക്കാൻ പോയി. അപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും പായസം കോരുന്നതാണ് കാണുന്നത്. പായസം വെച്ചാൽ വെള്ള പായസമാണ്. വെള്ളപ്പായസം പണ്ട് ഞാൻ കുടിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എന്ത് കിട്ടിയാലും കുടിക്കാം എന്നുള്ള രീതിയായത്. മറ്റേത് അടപ്പായസമാണ് ഇഷ്ടം. കല്യാണത്തിന് പോകുമ്പോഴും ഞാൻ വെള്ള പായസം എടുക്കത്തില്ല, അടപ്പായസം എടുക്കത്തുള്ളൂ. പിന്നെ അപ്പ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഫുഡ് വീട്ടിലേക്ക് കൊണ്ടുപോകണോ പൊന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മക്കളെ വിളിച്ചുകൊണ്ട് വരാൻ നേരം പോകാൻ, മക്കൾ ക്ലാസ് ഉണ്ടായിരുന്നുണ്ട് മക്കൾക്ക്. അപ്പോൾ അവരെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും ഇത്തിരി തന്ന് വിട്ടാൽ വീട്ടിൽ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മേളത്തെ റൂമിൽ പോയി. അവിടെ അപ്പയുടെ മോനെ ടാറ്റോടെയും നയനയുടെയും റൂമായിരുന്നു. അപ്പോൾ അവരൊക്കെ UK-യിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നു. കസിൻസ് കൂടുമ്പോൾ നമുക്ക് അറിയാമല്ലോ. പിന്നെ കുറേ കൊച്ചു വർത്താനങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഞങ്ങളിങ്ങനെ വീഡിയോസിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ല അലമ്പായിരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ അലമ്പ് കേട്ടിട്ടായിരിക്കണം കൊച്ചു ചെറുക്കൻ ഭയങ്കര ചിരിയായിരുന്നു, അനിയത്തിയുടെ മോൻ. പിന്നെ അവന് ഞങ്ങളെ കൂടി അവനങ്ങനെ ഇരിക്കുന്നതല്ല, ചട്ടമ്പിത്തര കാണിച്ച് നിൽക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും ഡാൻസ് കളിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിൽ വന്ന് മോളെ എനിക്ക് കൊണ്ടുപോകണമായിരുന്നു അങ്ങോട്ട്. അങ്ങനെ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വന്ന്. പിന്നെ ചേട്ടൻ രാത്രി വരുത്തോളായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുങ്ങുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ കോസ്റ്റ്യൂമാണിത്, വെൽവെറ്റിൻ്റെ ഫ്രോക്കാണ്. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണ്ടേ, എന്തൊക്കെയായാലും ഒരുങ്ങിയതല്ലേ. അങ്ങനെ ഞങ്ങൾ ടെറസിലോട്ട് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അവനെയാണെങ്കിൽ ഇറക്കാൻ പറ്റത്തില്ല, അവനെ തറ ഇറക്കി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അതുപോലെ മുകളിലോട്ടാണ് നല്ല പൊക്കമുണ്ട്, അതുകൊണ്ട് അത്രയും റിസ്ക് നമ്മൾ എടുത്തില്ല, അവനെ കയ്യിൽ തന്നെ വെച്ചിരുന്ന്. പിന്നെ എല്ലാവരും ഞങ്ങളെ ഒറ്റയ്ക്കിട്ടിട്ട് അമ്മയും അപ്പയും അച്ഛനും എല്ലാവരും പോയി. എൻ്റെ മക്കളെ അച്ഛൻ കൊണ്ടുപോയി മറ്റേ ഉത്സവത്തിൻ്റെ ഫ്ലോട്ടൊക്കെ കാണിക്കാൻ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ തേരാപ്പാര നടന്ന് ചെന്നപ്പോഴത്തേക്കും ഒരു ഫ്ലോട്ട് പോലും വന്നില്ല. വെപ്രാളം പിടിച്ചാണ് ഇറങ്ങിയത്. മോന് ഫുഡൊക്കെ കൊടുത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. കൊച്ചവന് ഫുഡൊന്നും കൊടുത്തില്ല, അവന് പിന്നെ വിശന്ന് കരഞ്ഞേ പിന്നെ ഭയങ്കര സീനാവും. പിന്നെ വഴി വന്നപ്പോഴത്തേക്കും മനസ്സിലായി ഫ്ലോട്ടൊക്കെ നല്ല ലേറ്റ് ആവുമെന്ന്. അപ്പന്മാരൊക്കെ അപ്പയും അമ്മയും എല്ലാം എവിടെയോ മൂലയ്ക്ക് പോയി ഇരിപ്പുണ്ട്. അവർ മൈൻഡ് പോലും ചെയ്തില്ല. ഞങ്ങൾ പിന്നെ കിട്ടിയ കസാരയ്ക്കകത്ത് ഇരിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറേ കസേരകൾ നിരത്തിയിട്ടിരുന്ന് അങ്ങനെ അവിടെ പോയിരുന്നു. പിന്നെ അവനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തറയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പണിയാണ്. പിന്നെ അവൻ മുകളിൽ കയറത്തതേ ഇല്ല. അതുകൊണ്ട് തറയിൽ ഇറക്കാതെ പരമാവധി എല്ലാവരും എടുത്തെടുത്ത് നിന്ന് പിന്നെ കുറച്ച് പഴമൊക്കെ കൊടുത്ത് നിന്നപ്പോഴത്തേക്കും എന്താ ഫ്ലോട്ടൊക്കെ വന്ന് ഏകദേശം 2 ഫ്ലോട്ട് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള തെയ്യം, തെറ, ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ കുറേ നേരം നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല. ഞാൻ വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്നേഹയും അനിയത്തിക്കും ആദിക്കുട്ടനും എല്ലാം അവിടെ നിന്നത് കാണണമെന്നായിരുന്നു. പിന്നെ കൊച്ചവനും കുറേ നേരം അവന് നിൽക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അവനും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു മഹാവിഷ്ണുവിൻ്റെ ഫ്ലോട്ടെന്ന് വെച്ചാൽ നല്ല പോലെ ഉയരത്തിൽ പൊങ്ങുമായിരുന്നു കേട്ടോ. അത് കാണാൻ കുറേ പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ നടന്ന് ഓരോന്ന് വരുന്ന അനുസരിച്ച് നടന്ന് കണ്ടങ്ങ് മാറിയല്ല, ഞങ്ങൾക്ക് ഒരിടത്ത് നിന്ന് കാണാൻ നിന്നേ നല്ല തിക്കും തിരക്കുമായിരുന്നു. അതുപോലെ നല്ല ഉഷ്ണവും ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ടു വന്നപ്പോഴത്തേക്കും അമ്മയും അപ്പയും എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരൊന്നും ഒരു ഫ്ലോട്ട് പോലും കണ്ടില്ല. അവർ ഞങ്ങളെക്കാട്ടി മുന്നേ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയാന്ന് പറഞ്ഞു. ഞാൻ നല്ലപോലെ ടയർഡായി. പിന്നെ അവർ പിന്നെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്കും അച്ഛനും എൻ്റെ മക്കളും എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരെല്ലാം കുറേ ഫ്ലോട്ടൊക്കെ കണ്ട്. പിന്നെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ